33 കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് നഷ്ടമായതിൻ്റെ വേദന അത് അന്നു മുതൽ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷാണ്. ഉണ്ണിമാഷ് ഇപ്പോൾ കുട്ടനാട് സ്കൂളിലേക്ക് പ്രധാന അധ്യാപകനായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നാട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ തിരിച്ചെത്തി കുഞ്ഞുങ്ങളെ ഓർക്കുന്ന ഈ നിമിഷം ഉണ്ണിമാഷ് ഇല്ലാതെ ഇന്നത്തെ ദിവസം നമുക്ക് പൂർത്തിയാവില്ല. നമ്മളിവിടെ ഞാൻ 2006 വന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ഈ നാടും ആയിട്ട് എന്നെ അവരുടെ ഈ നാട്ടിലെ ഒരു കുടുംബാംഗമായിട്ടാണ് ഇവിടെയുള്ള ഓരോ വീടും കരുതി പോകുന്നത്. എന്നെ മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ അധ്യാപകർ. ഇവിടെ ഞങ്ങൾ ഒരു അധ്യാപകരായിട്ടല്ല ഇവിടെ കഴിഞ്ഞത്. ഈ നാട്ടിലെ ഓരോ അംഗങ്ങളായിട്ടാണ് എല്ലാവരും ഞങ്ങളെ കരുതിയത്. അതുകൊണ്ട് തന്നെ ഏത് വീട്ടിലും ഏത് സമയത്തും നമുക്ക് കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പഠന സമയം എന്ന് പറയുന്നത് രാവിലെ 7:30 മണിക്കാണ് ഞങ്ങൾ ക്ലാസ് തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ ശരിക്കും ഫസ്റ്റ് പീരീഡിൻ്റെ സമയമല്ലേ? ഇപ്പോൾ 7:30 മണിക്ക് ഞങ്ങൾ 10ാം ക്ലാസ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ 7:30 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ചിലപ്പോൾ നൈറ്റ് ബാച്ച് വരെ എടുത്തിട്ട് രക്ഷിതാക്കൾ ഈ വരാന്തി വന്നിരിക്കും ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ലോങ് ടൈം പഠിപ്പിക്കുന്നതിന് അവർ തരുന്ന ഒരു നന്ദി എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്ന ഭക്ഷണമാണ്. കാരണം ഞങ്ങൾക്ക് ഭക്ഷണം പോലും നിങ്ങൾ വെക്കാൻ പോകണ്ട, അത്രയും സമയം പോയില്ലേ. അവർക്കൊരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, മക്കളെ പഠിപ്പിക്കുക. അതായത് കുഞ്ഞുങ്ങളെ ഇപ്പോൾ വയനാടെന്ന് പറയുന്ന ഒരു ജില്ലയിൽ അതിൽ ഒരു മലയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് ചുരുങ്ങിപ്പോയ അവരുടെ ജീവിതത്തിനേക്കാൾ അവരുടെ മക്കളുടെ ജീവിതം അത്രയും മുന്നേറണം. ആ ഒറ്റ ആഗ്രഹമായിരിക്കുമല്ലോ അവരെ ഇങ്ങനെയൊക്കെ അധ്യാപകരെ സ്നേഹിച്ച് ഈ സ്കൂളിനെ സ്നേഹിച്ച് അതിനൊപ്പം നിൽക്കുന്നത്. നേരത്തെ PTA പ്രസിഡന്റിനോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ പറയുന്നതാണ് ഇവിടെ ഒരു സ്കൂൾ വേണം. ഇവിടെ നമ്മുടെ വെള്ളാർമല സ്കൂള് ഇനിയിപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല, പക്ഷേ അപ്പുറത്ത് ഇപ്പോൾ DOയും പറഞ്ഞു അപ്പുറത്തൊരു സ്കൂള് വരും. അങ്ങനെ ഒരു സ്കൂൾ വേണ്ടേ ഉണ്ണി മാഷേ? നമ്മുടെ ഈ നാടിനൊരു വിദ്യാലയം വേണ്ടേ? നമ്മളൊരു പാട്ടുണ്ടല്ലോ, നാടായാലൊരു സ്കൂള് വേണം. ഒരു വിദ്യാലയമാണല്ലോ ഒരു നാടിൻ്റെ സർവോന്മുഖമായ പുരോഗതി. എന്തുണ്ടായിട്ടും കാര്യമില്ല, അവിടെ വിദ്യാലയം തന്നെ വേണം. അപ്പോൾ അങ്ങനെ ആ നാട് ചലിക്കണമെങ്കിൽ അവിടെ വിദ്യാലയം വേണം. വിദ്യാലയം അല്ലാതെ ആർക്കാ ഒരു നാടിനെ ചേർത്ത് പിടിക്കാൻ പറ്റുക? നമ്മൾ അറിവ് പകരുന്നതോടൊപ്പം ഒരു നാടിനെ ചേർത്ത് പിടിച്ച് ഉയർത്താനും ഒരു വിദ്യാലയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്ന കൊല്ലം ഇവിടെ അങ്ങനെ പുറം ലോകത്ത് ഒക്കെ ഒരു ബന്ധം ഒന്നും ഇല്ലായിരുന്നു. പുറം ലോകത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ആലപ്പുഴയിൽ നമ്മുടെ ചൂരൽമലയിൽ MBBS പഠിക്കുന്ന ഇവിടുത്തെ കുട്ടിയുണ്ട്, ചൂരൽമലക്കാരിയുണ്ട്. അത്രയ്ക്ക് വലിയ മാറ്റം ഇവിടെ ഉണ്ടായി. പുറം ലോകമുണ്ട്, മക്കളെ നിങ്ങൾ പുറത്തു പോയി പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞവരെ അതിനുള്ള ഒരു അടിസ്ഥാന ശിലയിടുന്ന ഇടമാണ് നമുക്ക് ഈ ഉരുള് കൊണ്ടുപോയത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ അധ്യാപകരാണ്. ഞങ്ങൾ അങ്ങനെ സമയം നോക്കി പഠിപ്പിക്കുന്നവരൊന്നുമില്ല. ഇവരൊക്കെ ജോലിയല്ല. ഞങ്ങൾ മാഷ് കുട്ടനാട്ടിലേക്ക് പോയി. ഇവരൊക്കെ ഇപ്പോൾ എവിടെ? എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ താൽക്കാലികമായ ഒരു പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് മാത്രം, അതായത് നമ്മുടെ ജീവിതത്തിൽ ആകെ ഔദ്യോഗിക ജീവിതത്തിലുള്ള ഒരു പ്രൊമോഷനാണ്. അത് കിട്ടിയതുകൊണ്ട് മാത്രം തൽക്കാലം ഒന്ന് മാറി. മാഷ കുട്ടികളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്നിപ്പോൾ സ്കൂള് അവധിയാണ്, പക്ഷെ എന്നാലും നമ്മൾ അവരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്നുണ്ട്. നമ്മുടെ അന്ന് ഈ മിടുക്കരായ ഒത്തിരി കുട്ടികളെയാണ് നമുക്ക് അന്നത്തെ ഉരുളിൽ നഷ്ടമായതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മറ്റു അധ്യാപകരിലേക്കൂടെ മനോജ് മാഷിലേക്കൂടെയൊക്കെ ഒന്ന് പോവാം. മാഷെ, നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പം മേപ്പാടിയിലാണല്ലോ താൽക്കാലികമായിട്ട് കെട്ടിടം ഉള്ളത്. അവർ പറഞ്ഞതുപോലെ ഇവിടേക്ക് നമുക്ക് സ്കൂളായിട്ടില്ല, ഇത് സ്വന്തമായിട്ട് സ്കൂളായിട്ടില്ല. നമുക്ക് തൊട്ടപ്പുറത്തൊരു സ്കൂൾ വരുമെന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു പ്രതീക്ഷ. അങ്ങനെ പറയുന്നുണ്ട്. എന്തെന്നുള്ളതിന്റെ വ്യക്തമായ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം സാറ് പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനോട് അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്കൂൾ വേണം, ഒരു നാടായാലും ഒരു പള്ളിക്കൂടം വേണം. തീർച്ചയായിട്ടും 2 വർഷമായി, 2ാമത്തെ വർഷമാണ്. ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ചലനങ്ങളും നടന്നിട്ടില്ല. എന്തായാലും സാറ് പറഞ്ഞ പോലെ ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് എന്തായാലും ഒരു വെളിച്ചമേകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്കത് വേണം. നമ്മുടെ എന്താ പറയുക, പിഞ്ചോമനകളുടെ ഓർമ്മയ്ക്കായിട്ട് സ്കൂൾ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ പുഴയെക്കുറിച്ച് നമ്മൾ നഷ്ടമായത് നമുക്കിനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ അവിടെ പോയി പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ പഠിച്ച കുട്ടികളെ തന്നെ കുറേ പേരെയൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അവിടെ മറ്റു കുട്ടികളും കൂടി ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പഠിപ്പിച്ചിരുന്നതിൻ്റെ ആ ഒരു നമ്മൾ പറയുമല്ലോ പഠിപ്പിക്കുന്നതിനൊരു സുഖമുണ്ടെന്ന്. അപ്പോൾ ഈ പുഴയോരത്തെ ഒരു സ്കൂള്, ആ സ്കൂളിലിരുന്നുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ, ആ കുഞ്ഞുങ്ങളിൽ പലരും ഇല്ലാതാവുന്നു. കുറേ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് ബസ് കയറി വരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ജീവിതം? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്, മേപ്പാടിയിൽ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു സ്കൂളെന്നോ നാടെന്നോ വ്യത്യാസമില്ലായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ അടുത്ത് താമസിക്കുന്നവരാണ്. ഒരു ജോലിയായിട്ട് തോന്നില്ല. നമ്മൾ അത് 10 മണിക്ക് വരിക, 4 മണിക്ക് വരിക, അതൊന്നുമല്ല. നമ്മൾ എല്ലാ സമയത്തും ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും.
നമ്മളിവിടുന്ന് പോകുമ്പോൾ പലപ്പോഴും 9 മണിയൊക്കെ കഴിയും, 9 മണി 10 മണിയൊക്കെ കഴിയാറുണ്ട്. ഇപ്പൊ ആ സമയമൊക്കെ മാറിയല്ലേ, ഇപ്പൊ ഒരു ജോലിയായി മാറിയോ? ജോലിയായി മാറിയൊന്നല്ല, അതുപോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതുപോലെ തുറന്നൊരു സ്ഥലം മാറി ഇപ്പം വേറെ ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നവരെ അവർക്കൊപ്പം വർക്ക് ചെയ്യുക. ഒരു കെട്ടിടത്തിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ഇതായിരുന്നു ഒരു നമ്മുടെ ഒരു ഇടത്തിൽ. ഇവിടെ പല പ്രാവശ്യം പുറത്ത് ചെന്നിരുന്ന് പഠിപ്പിക്കലൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ അതൊന്നും നടക്കില്ല. ഒരു കെട്ടിടത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയൊരവസ്ഥയിലാണ്. അതാണ് അപ്പോൾ അധ്യാപകരുടെ ഒരു മനസ്സിലുള്ള ഒരു വിഷമമൊക്കെ അതാണ്. അതായത് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിരുന്ന ഒരു ഇടം, അത് ശരിക്കും ഒരു സ്കൂളല്ല, അതെല്ലാവരും ചേരുന്ന ഒരു ഇടം, നമ്മളൊരു കുടുംബം പോലെ ഒരു വിദ്യാലയം മാറിക്കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും എൻ്റെ സ്കൂളിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അവിടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ സ്വന്തം അച്ഛനും അമ്മയും പോലെ ആണ് ഇടപെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളും ആ സ്നേഹം കൊടുത്തിട്ടുള്ളത് കൊണ്ടാവുമല്ലോ എന്നാൽ കുഞ്ഞുങ്ങൾ പോയി എന്നുള്ള സമയത്ത് മാഷിൻ്റെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു അനുഭവം കൂടിയുണ്ട്. ഇവിടെ അക്ഷയ പറഞ്ഞ ഒരു കാര്യം, ഉണ്ണിമാഷ് ക്ലാസ് മുറിയിലായിരുന്നില്ല പഠിപ്പിച്ചിരുന്നത്, പുറത്തായിരുന്നു. എപ്പോഴും ഗ്രൗണ്ടായിരുന്നു പാഠശാല, പുറത്തായിരുന്നു. അതായത് പിന്നെ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന മലയാളമാണ്. അപ്പോൾ ഈ പുഴയുടെ ശബ്ദം എപ്പോഴും ഒരു ശ്രുതിയാണ് ഈ വിദ്യാലയത്തിന്. ഈ പുഴ ഒരു ശ്രുതി മീട്ടുകയാണ്. ഈ ശ്രുതിയിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഥ പഠിപ്പിക്കുമ്പോഴും കവിത പഠിപ്പിക്കുമ്പോഴും മതിമറന്ന് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെവിയിൽ ഈ പുഴയുടെ ശ്രുതിയാണ്. അതായത് ഈ പുഴയുടെ നമ്മൾ പറയല്ലോ ഒരു കളകളാരവം, ആ ശ്രുതിക്കാണ് നമ്മൾ കവിത ചൊല്ലുന്നത്. ലോകത്ത് എവിടെയെങ്കിലും അങ്ങ് പറ്റുമോ? അപ്പോൾ പുന്നപ്പുഴയുടെ ഓരോരുത്തരു വിദ്യാലയമുണ്ട് എന്ന കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി പാടിത്തന്നു. ആ കുഞ്ഞുങ്ങളുടെ, ഉണ്ണിമാഷിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ ആ ഒരു പാട്ട്, അതില്ലാതെ ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഓർമ്മകൾ പൂർണ്ണമാകില്ല. ആ കുഞ്ഞുങ്ങളുടെ അവർ ഉള്ളു തുറന്ന് തങ്ങളെ വിട്ടുപോയ കൂട്ടുകാർക്കായിട്ട്, നമ്മുടെ ഇല്ലാതായിപ്പോയ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിയൊക്കെ ആ പാട്ട് ആ കുഞ്ഞുങ്ങൾ ഒന്നുകൂടി ഓർത്ത് പാടുകയാണ്.